ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ലത് ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നാളെ കൊണ്ട് നമ്മുടെ ഇത് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഗൗരി ശങ്കരൻ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അർജുനും മീനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാട്ടോ രണ്ടുപേരും സംസാരിക്കുന്നത്. എന്താണേലും രണ്ടുപേരും കൊള്ളാമല്ലേ, ചുമ്മാ നമ്മളെ ടെൻഷൻ അടിപ്പിച്ച് കളഞ്ഞു രണ്ടുപേരും. അപ്പോൾ ഇവരിങ്ങനെ മറ്റേ നമ്മുടെ ഗൗതത്തിൻ്റെയും അഖിലയുടെയും കാര്യമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ ജീവനും അതുപോലെ തന്നെ അമലും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഗൗതം വക്കീലിനെ വിളിച്ച് സംസാരിച്ചാണോ? സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. ഉള്ളി സ്നേഹം വച്ചിട്ട് രണ്ടുപേരും അടിയോ അടി, രണ്ടിനെ ചെവിക്ക് പിടിക്കുക ചെയ്യേണ്ടത് എന്നിങ്ങനെ അർജുൻ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇന്നപ്പോഴത്തേനും മീനുവിന് വോമിറ്റ് ചെയ്യാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ മീനു വേഗം ചെന്ന് വോമിറ്റ് ചെയ്യണം. എന്ത് പറ്റി മീനു, എന്താ പറ്റിയത്? അപ്പം അർജുൻ ഇങ്ങനെ പുറം തിരുമ്മിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അയ്യോ, എന്ത് പറ്റിയെന്ന്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണോ? പെട്ടെന്ന് എന്താ ഇങ്ങനെ? വേണ്ട അർജുൻ, എങ്കിൽ വാ നമുക്ക് അകത്ത് കയറി പോവാം എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ ഇത്തിരി നേരം ഇവിടെ ഇരിക്കട്ടെ അർജുൻ എന്ന് പറഞ്ഞു. ശരി, നീ എവിടെ ഇരിക്കുക, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അർജുൻ നേരെ അകത്തേക്ക് പോവാണ്. അപ്പോൾ ഇവന്മാർ നോക്കി നിൽക്കാണല്ലോ, ഇത് തന്നെ പറ്റിയ അവസരം, വാ എന്ന് പറഞ്ഞ് അമലും ജീവനോടെ ചെല്ലുകയാണ്. എന്നിട്ട് മീനുവിനെ വട്ടവിട്ട് പിടിച്ചു കേട്ടോ. അവസാനം മീനിൻ്റെ വായൊക്കെ പൊത്തി പിടിച്ചിരിക്കുകയാണ് ഒച്ച കേൾക്കാതിരിക്കാൻ. ഈ സമയം അർജുൻ പോയി ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അകത്ത്. അമൽ കത്തിയെടുത്ത് മീനുകൊണ്ട് കുത്തുവാണ് കേട്ടോ. അതോടെ എന്നിട്ട് ഇവന്മാർ വീണു, അല്ലെങ്കിൽ അവൾ ബോധം പോയി എന്ന് മനസ്സിലാക്കിയ ശേഷം മീനുവിനെ താഴേക്ക് ഇട്ടിട്ട് പോവാണ്. എന്നിട്ട് മീനുവിൻ്റെ താലിമാല പൊട്ടിച്ചെടുത്തു ഈ അമൽ. എന്നിട്ട് അവൻ കൈ പിടിച്ചു. അത് പിടിച്ചിട്ട് വാ പോവാം എന്ന് പറഞ്ഞ് ഇവന്മാർ രണ്ടുപേരുടെ ഇവിടുന്ന് ഓടുകയാണ്. അപ്പം മീനു ഇങ്ങനെ നിലത്ത് കിടക്കുന്നു. ഈ സമയത്താണ് അർജുൻ അങ്ങോട്ടേക്ക് വരണത്. അപ്പോൾ നോക്കിയപ്പോൾ മീനു എന്ന് പറഞ്ഞ കയ്യിൽ നിന്ന് ഗ്ലാസ്സൊക്കെ കളഞ്ഞിട്ട് ഓടി അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. മീനു എഴുന്നേക്ക് മീനു, എന്ത് പറ്റി മീനു എന്ന് പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരയാണ് നമ്മുടെ അർജുൻ. പിന്നെ കാണുന്ന അഞ്ജലിനെയാണ്. അപ്പോൾ അഞ്ജലി എന്തായി എന്നറിയാനായിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കണം. അമ്മമാർ പോകുന്നതിന് മുൻപ് തന്നെ നേരെ അപ്പുറത്ത് മാറി നിന്നിട്ട് അമൽ നേരെ അഞ്ജലിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് ശേഖരൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. എന്തായി മോളെ, അവന്മാർ വിളിച്ചോ? ഇല്ലച്ചാ, ഞാൻ അതിനെ വെയിറ്റ് ചെയ്യുന്നത്. അമലിനെ നീ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് ശേഖരൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും അമലിൻ്റെ കോള് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. വേഗം എടുക്ക്, എന്തായി എന്നറിയാലോ. അപ്പോൾ വേഗം ഫോൺ എടുത്തു. ഹലോ, എന്താ പറഞ്ഞ കാര്യങ്ങളൊക്കെ? മീനുവിനെ ഞങ്ങൾ തീർത്തു, എന്താ പോരെ? അവളും മരിച്ചു, സാറിനോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു. ശരിക്കും? പിന്നെ ഞാനും ജീവനും നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. അതിനുശേഷം പിന്നെ പാർട്ടി ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഒരു തുക തരാമെന്നും സാറ് പറഞ്ഞിരുന്നോ? നിങ്ങൾ ധൈര്യമായിട്ട് നാളെ വന്നോളൂ. താങ്ക്സ് അമൽ എന്ന് പറഞ്ഞു. ശരി, അപ്പം നാളെ കാണാം, എന്നവിടാ നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ ഇവന്മാരവിടെ നിന്ന് സ്കൂട്ടാകാണ്. അച്ഛാ, അവർ മീനുവിനെ തീർത്തോ? ഇനി ഈ രാത്രി എനിക്ക് സുഖമായിട്ട് ഉറങ്ങാം എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായി അഞ്ജലി. അപ്പം മീനുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുന്നു. അർജുനാണെങ്കിൽ ടെൻഷന് സങ്കടം സഹിക്കാൻ പറ്റണില്ല കേട്ടോ. മഹേന്ദ്രനും ഗൗതവും കൂടെയുണ്ട്. അപ്പം അർജുൻ്റെ കരച്ചിൽ കണ്ടിട്ട് ഇവർക്ക് സഹിക്കാൻ പറ്റണില്ല. എന്താ മോനെ, നീ ഇങ്ങനെ വിഷമിക്കാതെ. മീനു കണ്ണ് തുറക്കുന്നില്ല അച്ഛാ, എനിക്ക് പേടിയാവുന്നു. ചേച്ചിക്കൊന്നുമില്ല, പേടിയായി, ധൈര്യമായിട്ടിരിക്കുക. എനിക്കൊന്ന് കാണണം അവളെ. ഡോക്ടർ പരിശോധിക്കല്ലേ, കാണാം കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേന്ദ്രൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ അർജുനെ. പാവം വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് മീനു കണ്ണ് തുറക്കുന്നത്. അർജുൻ എന്ന് വിളിക്കുന്നുണ്ട്. അർജുനെ ഒന്ന് വിളിക്കുമോ? എനിക്കവനെ ഒന്ന് കാണണം, എൻ്റെ ഭർത്താവാ, കാണാം, കുറച്ച് കഴിയട്ടെ എന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇവരിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഡോക്ടർ ഇറങ്ങി വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗൗതം ചോദിക്കുകയാണ്, അല്ലേട്ടാ, മീനു ചേച്ചി ആരാ ഇങ്ങനെ ഉപദ്രവിച്ചത്, എന്തിനായിരിക്കും എന്ന് ചോദിച്ചു. എന്ന് സംഭവിച്ചത്? അത് പിന്നെ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മീനു ചെറുതായിട്ടൊന്ന് വൊമിറ്റ് ചെയ്തു. അപ്പോൾ അവൾക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കാനായിട്ട് ഞാൻ അകത്തേക്ക് കയറി പോയതാ. ആരാ മോനെ ഇത് ചെയ്തത്? മീനുവിനോട് ആർക്കാ ഇത്രയും ശത്രുത? എനിക്കറിയില്ല അച്ഛാ, എന്തിനാ അവളോട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. പാവം, ഇനി എന്ത് ചെയ്യും, എങ്ങനെ സഹിക്കും ഞാനിത് എന്നൊക്കെ പറഞ്ഞ് അർജുൻ ഭയങ്കര സങ്കടത്തിലാണ്. അവൾ എന്ത് തെറ്റ് ചെയ്തു, ആരോട് എന്ത് തെറ്റാണ് അവൾ ചെയ്തത്? അപ്പോൾ ഇവരിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഡോക്ടർ ഇറങ്ങി വന്നു. മഹേന്ദ്രൻ, ഡോക്ടർ എങ്ങനെയുണ്ട് മീനുവിന് എന്ന് ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, മുറിവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്,
ഭാഗ്യത്തിന് ഇൻറ്റേർണൽ ഓർഗൻസിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഇപ്പം ബോധം വന്നിട്ടുണ്ട്. ഞാനൊന്ന് കണ്ടോട്ടെ. കണ്ടോളൂ, ആരെങ്കിലും 2 ആൾ ചെന്ന് ധൈര്യമായിട്ട് കണ്ടോളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആ ഗൗതം പറയാണ്, എന്നാൽ പിന്നെ നിങ്ങൾ 2 പേരും ചെല്ലുക പറഞ്ഞ് അച്ഛനെയും അർജുനെയും അകത്തേക്ക് വിട്ടു. അപ്പോൾ അർജുൻ്റെ കാര്യം പറയണ്ടല്ലോ, മീനുവിൻ്റെ അടുത്ത് ചെന്നിട്ട് കരച്ചിലോട് കരച്ചില്ല. മോളെ എന്ന് വിളിച്ചു. എന്തിനാ അർജുൻ കരയുന്നത്? കരയാതെ, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, വിഷമിക്കാതെ അർജുൻ. എന്തിനാ? മീനു, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അല്ല, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകണോ? എന്തിന്? ഒരു കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്. പിന്നെ എന്താ അർജുൻ? ആരാ മോളെ ഇത് ചെയ്തത്? മോള് കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അവർ 2 പേരുണ്ടായിരുന്നു. മുഖം മറച്ചത് കൊണ്ട് എനിക്ക് ആരാന്ന് മനസ്സിലായില്ല. പക്ഷേ എൻ്റെ താലിമാല അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വല്ല കള്ളന്മാരോ മറ്റോ ആയിരിക്കുമോ എന്നിങ്ങനെ മീനു ചോദിക്കാം. സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. അല്ല, അതിപ്പോൾ ആര് ചെയ്യാനാ? നിനക്കങ്ങനെ ശത്രുക്കളൊന്നും ഇല്ലല്ലോ, പേടിക്കാനൊന്നുമില്ല, കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ, ധൈര്യമായിട്ടിരിക്കുക എന്നിങ്ങനെ പറഞ്ഞു. എങ്കിലും തൽക്കാലം എൻ്റെ അച്ഛനെ അമ്മയൊന്നും തൽക്കാലം ഇതൊന്നും അറിയിക്കണ്ട എന്ന് പറഞ്ഞു. അറിഞ്ഞാൽ വെറുതെ അവർ വിഷമിക്കും. ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ വിളിച്ചു പറഞ്ഞൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല അവളെ എന്ന് പറഞ്ഞു. എന്നാൽ പേഷ്യൻസിനെ വാർഡിലേക്ക് മാറ്റണം. നിങ്ങളൊരു കാര്യം ചെയ്യുക, പുറത്തേക്ക് നിൽക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അർജുനും അച്ഛനും പുറത്തേക്ക് നിൽക്കുകയാണ്. വിഷമിക്കാതെ അർജുൻ എന്ന് പറഞ്ഞു. പിന്നെ കാണുന്ന അഖിലേനെയാണ്. അഖില കരഞ്ഞു കൂവി നേരെ ഗൗതത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അതെ ചേച്ചി, എങ്ങനെയുണ്ട്? നീ പേടിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് ഗൗതം ഇങ്ങനെ പറയാണ്. ബോധം വന്നിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ വാർഡിലേക്ക് മാറ്റും. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നതല്ലേ? അല്ല, പറഞ്ഞത് നീ ഒന്ന് വിശ്വസിക്ക. ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ട്, അതാ നീ വിളിക്കാതിരുന്നത്. ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങായിരുന്നോ, അപ്പോഴാണ് നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. കുഴപ്പമൊന്നുമില്ല അഖില. പിന്നെ ഞാൻ നീ ഒരു കാര്യം ചെയ്യുക, അമ്മയോടും മുത്തശ്ശനോടും ഒക്കെ പറഞ്ഞേരെ. പിന്നെ ചേച്ചി ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം തൽക്കാലം നിൻ്റെ വീട്ടിൽ നീ അറിയിക്കണ്ട. ഞാൻ പിന്നെ വിളിക്കാട്ടോ, ഓക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ വെച്ചു. ഇവൻ വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. എന്താ പറ്റിയെന്തോ എന്നിങ്ങനെ ആലോചിച്ച് അഖിലേക്ക് ഒരു സമാധാനവും ഇല്ല കേട്ടോ. അപ്പം മീനുവിനെ വാർഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ അർജുനും ഗൗതവും ഒക്കെ ഉണ്ട്. പ്രഭയോട് പറയണോ വരാനായിട്ട് ഇവിടെ നിൽക്കാൻ? എന്തിനാ വെറുതെ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത്? പോലീസിന് പരാതി കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു ഗൗതം. അത് വേണം എന്ന് പറഞ്ഞു. ഏതവനാ ഇത് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം, തക്കതായ ശിക്ഷ എന്താണേലും കൊടുക്കണം. അച്ഛാ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. പരാതി കൊടുക്കാൻ വൈകരുത്. അപ്പോൾ പറഞ്ഞ അർജുൻ, പരാതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പ്രതികൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം, ഞാൻ ശിക്ഷ തന്നെ ഞാൻ അവർക്ക് കൊടുത്തോളാം. അർജുൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവന്മാരെയൊക്കെ പിടിക്കാനല്ലേ ഇപ്പോൾ ഇവിടെ പോലീസ് ഉള്ളത്. അർജുൻ വെറുതെ ഇതിലൊന്നും കയറി ഇടപെടല്ലേ. ഗൗതം, സ്റ്റേഷനിലേക്ക് നീ ചെന്നാൽ മതി. പരാതി എഴുതി കൊടുത്ത ശേഷം നീ ഇങ്ങ് വാ. അമ്മ വിളിച്ചാൽ ഇങ്ങോട്ട് വരണ്ടാന്ന് നീ ഒന്ന് പറഞ്ഞേര്. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാട്ടോ ചേച്ചി എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നാൽ ഒരു കാര്യം ചെയ്യുക, നീ ഇവിടെ നിൽക്കുക, ഞാൻ വീട് വരെ പോയിട്ട് വരാം. ഭക്ഷണവും ഡ്രസ്സും ഒക്കെ എടുത്ത് ഞാൻ പെട്ടെന്ന് വരാം. അച്ഛൻ അവിടെ നിൽക്കുക, അങ്ങനെ പോകാൻ വരട്ടെ, ഞാൻ പോവാം എന്ന് പറഞ്ഞു. എടാ ഞാൻ പോകാം എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. ഒറ്റ വാശിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് മീനുവിനോട് പറഞ്ഞു, മീനു, ഞാൻ മടങ്ങി വരുമ്പോൾ നിൻ്റെ കഴുത്തി കെട്ടിയ താലിയായിട്ടായിരിക്കും ഞാൻ മടങ്ങി വരുന്നത് എന്ന് പറഞ്ഞിട്ട് അർജുൻ പോണത്. അർജുൻ പോവരുതേ എന്നൊക്കെ പറഞ്ഞ് മീനു വിളിച്ചെങ്കിലും ആൾ കേട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ പോയി ഇങ്ങനെ വരുന്ന വഴിക്ക് മീനുവിൻ്റെ താലി മാത്രം കിട്ടുകയാണ്. മീനുവിൻ്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയാണല്ലോ ഇത്. ഇനി അവന്മാരുമായിട്ടുള്ള പിടിവലിക്കിടയിൽ ഇത് നഷ്ടപ്പെട്ട് പോയതായിരിക്കും. കള്ളം തന്നെ ആയിരിക്കും ഇത് ചെയ്തത്. അപ്പം ഭയങ്കര സംശയം കേട്ടോ അർജുന്. അർജുൻ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് അവിടെ ഒരു പേഴ്സ് കിടക്കുന്നത് കാണുന്നത് പെട്ടെന്ന്. അപ്പോൾ ഇതിങ്ങനെ തുറന്ന് നോക്കിയപ്പം ഈ അമലിൻ്റെ ഫോട്ടോ ഉണ്ട് ഈ പേഴ്സിനകത്ത്. അമലോ, ഇവനോ? അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? അതാണോ എന്നിങ്ങനെ ആലോചിച്ചു കേട്ടോ. ആകെ ഇവനായിരിക്കുമോ ഇനി മീനുവിനെ കൊല്ലാൻ ശ്രമിച്ചത്? അപ്പോൾ ആകെ സംശയമൊക്കെ ആയി. എങ്കിലും അർജുൻ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ വേണ്ട അമ്മയും മുത്തശ്ശനും അഖിലയൊക്കെ ഓടി വന്നു. മോനെ എങ്ങനെയുണ്ട് മോക്ക് എന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പൊക്കോട്ടെ, എനിക്ക് ചേച്ചി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞങ്ങൾ മോളെ കണ്ടിട്ട് വരാം മോനെ. ശരി, നിങ്ങൾ പോയി മീനുവിനെ കണ്ടിട്ട് വാ. അതിനു മുൻപ് എനിക്കൊരാളെ കാണാനുണ്ട്. ആരെയാ മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ അർജുൻ ഈ കയ്യിലിരുന്ന പേഴ്സ് ഇങ്ങനെ തുറന്ന് കാണിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അമലിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ.
ഇതോ? അമലോ? അമൽ പേഴ്സ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? എന്തിനാ നീ ഇപ്പം അവനെ കാണുന്നത്? അതോ അത് നമ്മുടെ ഈ വഴിസൈഡിൽ കടന്നതാ ഈ പേഴ്സ് ഇവിടെ കിട്ടിയത്. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കാണും. അവനായിരിക്കും മീനുവിനെ കൊല്ലാൻ ശ്രമിച്ചതും അവനായിരിക്കും എന്ന് പറഞ്ഞു. പ്രഭാവതി ഞെട്ടിപ്പോയി കേട്ടോ. പ്രഭാവതിയുടെയും അഖിലയുടെയൊക്കെ കണ്ണ് തള്ളിപ്പോയി. അവനിപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്കറിയണം, അറിഞ്ഞേ പറ്റുമോ? ആ മഹാപാപിയാണോ ഇത് ചെയ്തത്? എൻ്റെ കുഞ്ഞിനോട് എന്തിനാ അവനിത് ചെയ്തത് എന്ന് പറഞ്ഞ് ആകെ ധർമ്മസങ്കടത്തിലിരിക്കുകയാണ്. ഉറപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഇവൻ ഫോൺ എടുത്തു. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, നീ ആരെയായി വിളിക്കുന്നത്? ഞാനോ? ഞാൻ അവൻ്റെ അമ്മയെ. എന്തിന്? എൻ്റെ ഫോൺ നമ്പർ അവർക്കറിയില്ല എന്ന് പറഞ്ഞ് അർജുൻ നേരെ നമ്മുടെ വിളിക്കുകയാണ് അങ്ങോട്ടേക്ക്. അപ്പം വിളിക്കുമ്പോഴത്തേനും പെട്ടെന്ന് മോഹിനി ഫോൺ എടുത്തു കേട്ടോ. അപ്പം പറഞ്ഞാണ്, ഹലോ ആൻറ്റി എന്ന് വിളിച്ചു. ആൻറ്റി, അമൽ അവിടെയുണ്ടോ? ഞാനേ അവൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാൻ വിളിക്കുന്നത്. പേര് വിനയ് എന്നാ. ഞാൻ അവനെ ഒന്ന് കാണാനാ. അവൻ എവിടെ പോയതാ ആൻറ്റി എന്ന് ചോദിച്ചു. അഞ്ജലിയുടെ വീട്ടിലോ? അപ്പം ഞെട്ടിപ്പോയിട്ടോ ഇവർ. അഞ്ജലിയുടെ വീട്ടിലോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇവർക്ക് എന്തൊക്കെയോ നിഗൂഢതകൾ തോന്നി. അവൻ ഫോൺ എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ആൻറ്റിയെ വിളിച്ചത്. ഞാൻ അവനെ പിന്നീട് വിളിച്ചോളാം ആൻറ്റി. ശരി എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. അവൻ അഞ്ജലിയുടെ വീട്ടിലുണ്ടെന്ന്. അവർ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചോ. ഇനി അവർ രണ്ടുപേരൂടെ പ്ലാൻ ചെയ്തതായിരിക്കുമോ? ചെയ്തത് അമല. എന്താണേലും ഉറപ്പാ. വിടില്ല ഞാൻ അവനെ, ഒരിക്കലും വിടില്ല ഞാൻ. എന്തിനാ അവൻ എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു പ്രഭാവതി. ഇത്രയൊക്കെ ആയിട്ടും അവൻ പഠിച്ചിട്ടില്ലല്ലേ? കുറേ ഞാൻ ക്ഷമിച്ചു, പക്ഷേ ഇനി അതില്ല എന്ന് പറഞ്ഞു അർജുൻ. ഇന്ന് അവൻ തീരും, ഞാൻ തീർത്തിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഒരു ശല്യം ഉണ്ടാവില്ല. അയ്യോ മോനെ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. അതെ, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. വേണ്ടത് പോലീസ് ചെയ്തോളും എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. വേണ്ട, പോലീസല്ല വേണ്ടത്, ഇപ്രാവശ്യം ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ തട്ടി മാറ്റി നമ്മുടെ അർജുൻ അങ്ങ് പോവാണ്. അച്ഛ എന്ന് പറഞ്ഞു. മോനെ പറഞ്ഞ കേൾക്കണ്ട, എന്ത് ചെയ്യാനാ? അപ്പം ഇവൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവരെല്ലാം സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം മീനു ഡോക്ടർ വന്നപ്പോഴത്തേനും, ഡോക്ടറെ ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ആഹാ, അത് കൊള്ളാലോ, ഇത്ര വേഗം ധൃതിയായോ? അല്ല, ഡോക്ടറല്ലേ പറഞ്ഞത് എനിക്ക് കുഴപ്പമൊന്നുമില്ലയെന്ന്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ അച്ഛനടുത്ത് നിന്നിട്ട് ഇവളിങ്ങനെയൊക്കെ പറയും, ഇവൾക്ക് പൂർണ്ണമായിട്ട് ഭേദപ്പെട്ടിട്ട് ഇവളെ വീട്ടിൽ വിട്ടാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അതെ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ വീട്ടിൽ വിടാം, പക്ഷേങ്കിൽ നന്നായിട്ട് സൂക്ഷിക്കണം, നല്ല റെസ്റ്റ് വേണം. ഞാൻ മുറി നിറകുക പോലുമില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം. ശരി, എങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്യാം എന്ന് ഡോക്ടർ സമ്മതിച്ചു കേട്ടോ. അവസാനം പിന്നെ കുറച്ച് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വരാനുണ്ട്, ഞാനതിൻ്റെ റിസൾട്ടൊക്കെ വിളിച്ച് അറിയിച്ചോളാം. ശരി ഡോക്ടർ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ വേഗം തന്നെ മഹേന്ദ്രൻ, നീ ഒരു കാര്യം ചെയ്യുക, അർജുനെ വിളിച്ച് ഡിസ്ചാർജ് ആയി എന്നൊന്ന് പറഞ്ഞേരെ എന്ന് പറഞ്ഞു ഫോൺ കൊടുത്തു. അപ്പോൾ അർജുനെ വിളിച്ചിട്ട് കിട്ടണില്ല കേട്ടോ. മീനു ആകെ സങ്കടത്തിലായി. മീനു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യുക, അർജുനെ നോക്കി നിൽക്കേണ്ട മോളെ, നമുക്ക് വീട്ടിലേക്ക് പോവാം, അവൻ വന്നോളും എന്ന് പറഞ്ഞ് അച്ഛൻ ബില്ലടയ്ക്കാൻ പോയി. അപ്പോൾ വീണ്ടും മീനു അർജുനെ വിളിക്കുകയാണ്. പക്ഷേ എങ്കിൽ കിട്ടണില്ല കേട്ടോ. ആകെ ടെൻഷനായി, ഇനി എന്തായിരിക്കും, അർജുന എന്ത് പറ്റിക്കാണും എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണ്. അർജുൻ ഇതേണ്ട ജീവൻ്റെയും അതുപോലെ തന്നെ അമലിൻ്റെയും അടുത്തേക്ക് എത്തുകയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ അർജുൻ. വഴിയിൽ വന്നു കേട്ടോ, അഞ്ജലിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം അടിപൊളിയാണ്, സൂപ്പർ ക്ലൈമാക്സ് ആണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.